ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച അഞ്ചംഗ സമിതി റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. റിപ്പോർട്ട് അവലോകനം ചെയ്ത ശേഷം UCC ബിൽ നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. ബിൽ പാസ്സാക്കുന്നതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനും തീരുമാനമുണ്ട്. हमारा इस विधानसभा का जो चुनाव 2022 में उत्तराखंड का था, उसमें हमारा संकल्प था देवभूमि उत्तराखंड की देवतुल्य जनता के सामने हमने ये अपना संकल्प रखा। उस संकल्प को पूरा करने के लिए देवभूमि की जनता ने हमको आशीर्वाद दिया, सरकार में आने का मौका दिया और हमने ड्राफ्ट बनाने के लिए कमेटी का गठन किया और उनका ड्राफ्ट देने के बाद उसका आकलन करेंगे, उसको मंत्रिमंडल में लाएंगे। उसके बाद विधानसभा में जो विधेयक बनने की दिशा में, एक्ट बनने की दिशा में जो कार्रवाई होती है, उस कार्रवाई को हम आगे बढ़ाएंगे. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണനുണ്ട്. ഗൗതം, ഈ UCC സംബന്ധിച്ച് അഞ്ചംഗ സമിതി റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കുന്ന സാഹചര്യം, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് ലഭ്യമാകുന്നത്? കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അത് സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ എന്നുള്ളതാണല്ലോ. ഒരുപക്ഷെ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഉത്തരാഖണ്ഡിൽ UCCയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്? ലക്ഷ്മി, വളരെ വേഗത്തിൽ തന്നെ ഉത്തരാഖണ്ഡിൽ UCC നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ UCC നിയമസഭ പാസ്സാക്കും. പിന്നീട് അത് വളരെ വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഉണ്ടാകും എന്നാണ്, അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതി കഴിഞ്ഞ 1.5 വർഷമായി ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ട് സമ്പർക്കം നടത്തി. 2.5 ലക്ഷം ഉത്തരാഖണ്ഡ് നിവാസികളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ സർക്കാരിന് സമർപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ നിയമത്തിന് ഒരു ഏകീകൃത സ്വഭാവമുണ്ടെങ്കിലും ഈ സിവിൽ നിയമവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിയമമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വർഷങ്ങളായി തന്നെ രാജ്യത്ത് മുഴുവൻ ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന വികാരം ശക്തമാണ്. BJPയും BJPയുടെ പൂർവ്വ രൂപമായ ഭാരതീയ ജനസംഘവുമെല്ലാം വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ UCC നടപ്പാക്കുമെന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തി. മാത്രമല്ല, ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നതിനിടയിലാണ് ഉത്തരാഖണ്ഡ് എന്ന ഒരു സർക്കാർ ഇപ്പോൾ മാതൃകാപരമായ രീതിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നത്. 2022 ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് ഭരണ തുടർച്ച പുഷ്കർ സിംഗ് ധാമി സർക്കാരിന് ലഭിക്കുകയാണെങ്കിൽ അവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സർക്കാരിന് ഭൂരിപക്ഷം വീണ്ടും ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായ UCC ഉത്തരാഖണ്ഡ് സർക്കാർ നടപ്പാക്കാൻ പോവുകയാണ്. ഇതിൽ ഈ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ഈ ഒരു UCCക്കകത്ത് ബഹുഭാര്യത്വത്തിനെതിരെയും കടുത്ത ചില നടപടികൾ ശുപാർശ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തിടെ അസാമിലും ഈ ഒന്നിലധികം കല്യാണം കഴിക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ചില നിയമങ്ങൾ ശക്തമാക്കാൻ അസാം സർക്കാർ നടപടികൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഈ നടപ്പാക്കാൻ പോകുന്ന UCCക്കകത്തും ഈ പോളിഗാമി തടയുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ UCC നടപ്പാക്കാൻ പോകുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് സ്വന്തം നിലയിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഗോവയിൽ നിലവിൽ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടെങ്കിലും UCC ഉണ്ടെങ്കിലും അത് പോർച്ചുഗീസുകാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമമാണ്. അതിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഗോവയിലെ ഈ UCC എന്നത്. കാരണം 25 വയസ്സുവരെ ഒരു സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അവരെ ഡൈവോഴ്സ് ചെയ്യാം എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ അതിലുണ്ട്. 30 വയസ്സിനകത്ത് ഒരു ആൺകുട്ടി ഉണ്ടാകുന്നില്ല എങ്കിൽ അവരെ ഡൈവോഴ്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതായ ചില നിയമങ്ങൾ അടങ്ങുന്നതാണ് ഈ ഗോവയിലെ ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ UCC എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഉത്തരാഖണ്ഡിൽ അതല്ല. മാതൃകയായ രീതിയിൽ അല്ലെങ്കിൽ BJPയും ജനസംഘവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആ ഏകീകൃത സ്വഭാവമുള്ള നിയമം ദർശനം കൂടി പൂർത്തിയാക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ പോകുന്ന സാഹചര്യം. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വീണ്ടും